ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വൈശാഖിനെ ഇന്ദ്രജ ഫോൺ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ അത്യാവശ്യമായിട്ട് കൊച്ചി വരെ ഒന്ന് പോവുകയാണ്, വൈകുന്നേരമാവും തിരിച്ചു വരാൻ. വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യമായ കാര്യം പറയാനാണ്. ആ ജയറാമിനെ കൊടുക്കാനുള്ള എല്ലാ വഴികളും നമുക്കിപ്പോൾ അനുകൂലമായി വന്നിരിക്കുകയാണ്. ചെമ്പകമംഗലത്തെ ആ വേലക്കാരിയും ജയറാമും തമ്മിലുള്ള ബന്ധം ഒരു പരസ്യമായ രഹസ്യമാണ്. മായമ്മയെ തട്ടണം. നിന്റെ നേതൃത്വത്തിൽ ആ കൊലപാതകം നടത്തണം. ഒരു ഈച്ച പോലും അറിയരുത് നമ്മളാണ് ഇതിന് പിന്നിലെന്ന്. മായമ്മയെ കൊന്നതിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ആരെയായിരിക്കും എന്ന് ഇന്ദ്രജ പറയുമ്പോൾ വൈശാഖ് ചിരിച്ചുകൊണ്ട് പറയുന്നു, ജയരാമനായിരിക്കും മായമ്മയുടെ കൊലപാതകി. എത്രയും പെട്ടെന്ന് തന്നെ ഈ കൊലപാതകം നടത്തണം. വളരെ ബുദ്ധിപൂർവം ഈ പ്ലാനുകൾ ആസൂത്രണം ചെയ്യണം. നീ ഒരു 10 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ വരും. കണക്കുകൾ നമുക്ക് പിന്നെ പറയാമെന്നും ഇന്ദ്രജ. ശരി ഇന്ദ്രജി എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഫോൺ വെച്ചിരിക്കുകയാണ് വൈശാഖ്. 10 ലക്ഷം എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്നു. ഉടൻ തന്നെ വൈശാഖ് മൈഥിലി ഫോൺ ചെയ്യുന്നു. എല്ലാ കാര്യങ്ങളും മൈഥിലിയോട് പറയുകയാണ് വൈശാഖ്. വലിയൊരു പ്ലാൻ ഒപ്പിക്കാനുള്ള പുറപ്പാടിലാണ് രണ്ടുപേരും. അങ്ങനെ മൈഥിലി ഇപ്പോൾ ജയറാമിൻ്റെ മുറിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വാച്ച് എടുക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം പെട്ടെന്ന് മീനാക്ഷി അവിടേക്ക് വരുന്നു. എന്താടി നീ അച്ഛൻ്റെ മുറിയിൽ എന്ന് മീനാക്ഷി മൈഥിലിയോട് ചോദിക്കുന്നു. മീനാക്ഷിക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി മൈഥിലി ചൂലെടുത്ത് തൂക്കാൻ തുടങ്ങിയതായിരുന്നു. എന്താടി നിനക്ക്, നീ എൻ്റെ അച്ഛൻ്റെ മുറിയിൽ കാര്യം എത്ര നേരമെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, ഓഹോ അതാണോ, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യേ, പുറത്തേക്ക് ഇറങ്ങി കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും കുറേ ഓട്, അല്ലെങ്കിൽ ആ മതിൽ കേട് അപ്പുറത്തേക്ക് ചാട്, അല്ലെങ്കിൽ നീ മതിൽ ചാടാൻ എക്സ്പേർട്ട് ആണല്ലോ എന്നൊക്കെ പറയുമ്പോൾ മൈഥിലി പറയുന്നു, ഞാനൊരു ജോലി ചെയ്യാൻ നീ സമ്മതിക്കില്ലല്ലോ. അമ്പടാ തൊഴിലോ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, തൊഴിലുറപ്പിന് പോ, പണി ചെയ്താലേ കാശും കിട്ടും, ഇങ്ങനെ ഓസ ജീവിക്കേണ്ടല്ലോ എന്ന് മീനാക്ഷി പറയുമ്പോൾ മൈഥിലി പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഈ വീടും പരിസരവും ഒന്ന് അടിച്ചു തൂക്കാമെന്ന് വിചാരിച്ചു. ഓ, വീടും പുരയിടവും ക്ലീനിങ്ങോ, അതും നീയോ? സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും, പക്ഷേ ഇത് ഞാൻ വിശ്വസിക്കില്ല. സത്യം പറയടി, നീ എന്തിനായി മുറി കയറിയത് എന്ന് മീനാക്ഷി പറയുന്നുണ്ട്. ഞാൻ ഇന്ന് മുതൽ ചില കുടുംബ ജോലിയൊക്കെ ചെയ്യാൻ പോവുകയാണ് എന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു, നീ ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി. ശരിയെന്ന് പറഞ്ഞ് മൈഥിലി പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി തടഞ്ഞുകൊണ്ട് പറയുന്നു, അങ്ങനെയെങ്കിലും പോയാലോ, നീ കുറുവാ സംഘത്തിൻ്റെ നേതാവാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ എന്തിനാണ് ഈ മുറിയിൽ കയറിയത് എന്ന് പറയാതെ നിന്നെ ഞാൻ വിടത്തില്ല. മീനാക്ഷി, എൻ്റെ ഹനുമാൻ സ്വാമിയാണ് സത്യമെന്ന് മൈഥിലി പറയുമ്പോൾ മീനാക്ഷി ചോദിക്കുന്നുണ്ട്, നിന്റെ ഹനുമാൻ സ്വാമിയോ? അങ്ങേരെ നീ കയ്യിലെടുത്തോ? എൻ്റെ ദൈവമേ. മൈഥിലി പറയുന്നു, ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോണെന്ന് പറയുന്ന മനുഷ്യര്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ, ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു തൂക്കാൻ ഇറങ്ങിയതാ, ഇനിയിപ്പോൾ അതും ചെയ്യുന്നില്ല, ചെയ്യിപ്പിക്കില്ലല്ലോ. ദേ കിടക്കുന്നു നിന്റെ ചൂലെന്ന് പറഞ്ഞ് മൈഥിലി പോകുന്നു. എന്തോ ഒരു കള്ളത്തരം ഇവള് ചെയ്തിട്ടുണ്ട്, എന്തായിരിക്കും അത് എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മായമ്മയുടെ മകൾ സ്കൂൾ വിട്ട് റോഡ് സൈഡിൽ കൂടി നടന്നു പോവുമായിരുന്നു. ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാനായിട്ട് ഇന്ദ്രജിയുടെ ആൾക്കാരിൽ 2 പേർ അവിടെ നിൽക്കുന്നു. ആ കുട്ടിയെ വെയിറ്റ് ചെയ്താണ് 2 പേരും അവിടെ നിൽക്കുന്നത്. വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുന്നു, മോളുടെ അമ്മയില്ലേ മായമ്മ ചേച്ചി? ഒരു ടെസ്റ്റിൽ മോളുടെ സ്കോളർഷിപ്പ് വാങ്ങുവാൻ വേണ്ടി നിൽക്കുകയാണ്, മോളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നു, എനിക്ക് അങ്കിളിനെ അറിയില്ലല്ലോ എന്ന്. അയ്യോ കുഴഞ്ഞല്ലോ, അതിനിപ്പോൾ എന്ത് ചെയ്യും? മോള് ചെന്നാലേ അവര് ആ പൈസ അമ്മയുടെ കയ്യിൽ കൊടുക്കും എന്നൊക്കെ പറയുകയാണ് അയാൾ. ഇതല്ലേ മോളുടെ അമ്മ മായമ്മ എന്ന് പറഞ്ഞ് മായമ്മയുടെ ഫോട്ടോ കാണിക്കുകയാണ് ആ കുട്ടിയെ. മോളെയും കാത്ത് അമ്മ അവിടെ നിൽക്കുകയാണ്, വാ എന്ന് പറഞ്ഞ് കുട്ടിയെ വിളിക്കുകയാണ് അയാൾ. അങ്ങനെ ആ കുട്ടി കൂടെ പോവുകയും ചെയ്യുന്നു. ഒരു വണ്ടിയിലേക്ക് ആ കുട്ടി കയറി പോകുന്നു. അങ്ങനെ ആ കുട്ടിയുമായി പോയി. മായമ്മയാണെങ്കിൽ കുട്ടിയെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും കുട്ടിയെ കാണുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയുടെ അടുക്കലേക്ക് പോയിട്ട് മായമ്മ ചോദിക്കുന്നു, കുട്ടിയെ കണ്ടോ എന്ന്. ഇല്ലല്ലോ, സ്കൂളിൽ നിന്ന് എത്തിയില്ലേ, വരേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ ആ ചേച്ചി പറയുന്നു. മറ്റൊരു ചേച്ചിയുടെ വീട്ടിൽ പോയി നോക്കുകയാണ് മായമ്മ, എന്നാൽ അവിടെയും കാണുന്നില്ല. വരുന്ന വഴിയിൽ മൊത്തം കുഞ്ഞിനെ അന്വേഷിക്കുകയാണ് മായമ്മ. വഴിയിൽ കണ്ട ആളുകളോടും ചോദിക്കുകയാണ് മായമ്മ, എന്നാൽ അവരാരും കൊച്ചിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ ടെൻഷനോടെ മായമ്മ റോഡ് സൈഡിൽ കൂടി നടന്നു പോകുന്നു. അവിടെ കാണുന്നവരോടൊക്കെ ചോദിക്കുന്നുണ്ട് മായമ്മ. വല്ലാത്ത സങ്കടത്തിലാണ് മായമ്മ. എന്നിട്ട് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഉടൻ തന്നെ മായമ്മ മീനാക്ഷിയെ വിളിക്കുന്നു. അമ്മു ഇതുവരെ വീട്ടിൽ തിരിച്ചെത്തിയില്ല എന്ന് പറയുമ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് മീനാക്ഷി. അമ്മു വീട്ടിലെത്തിയില്ലല്ലോ
എത്തിയില്ലെന്നോ, നേരം വൈകിയല്ലോ, ചേച്ചി അടുത്ത വീട്ടിലേക്ക് തിരക്കിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മീനാക്ഷി. എല്ലായിടത്തും തിരക്കി കുഞ്ഞെ, അവിടെയൊന്നും ചെന്നിട്ടില്ല, എനിക്കാകെ പേടിയാവുക എന്നൊക്കെ ടെൻഷനോടെയും കരഞ്ഞുകൊണ്ടും പറയുകയാണ് മായമ്മ. ചേച്ചി പേടിക്കാതെ, ഞാൻ ഇപ്പോൾ തന്നെ ACP വിളിച്ച് പറയാം, ചേച്ചി ഒന്ന് ഹോൾഡ് ചെയ്യുമെന്ന് പറഞ്ഞ് മീനാക്ഷി കാർത്തിയെ വിളിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കാർത്തിക് ഫോൺ എടുക്കുന്നില്ല. ചേച്ചി ACP വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, തിരക്കിലായിരിക്കും. എന്തായാലും ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോൾ വിവരം പറയാം. ചേച്ചി ഒരു കാര്യം ചെയ്, വേഗം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യം അറിയിക്കേ, ഞാൻ അച്ഛനോട് വരാൻ പറയാം, ഒന്നും പേടിക്കണ്ട, മോള് സേഫായിട്ട് വീട്ടിലെത്തും എന്നൊക്കെ മീനാക്ഷി. ശരി കുഞ്ഞെ, ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മായമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വിവരം പറയുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ മായമ്മ വിവരം പറയുന്നുണ്ട്. ഒരു പരാതി എഴുതി കൊടുക്കുന്നു. എന്നാൽ അത് ഇന്ദ്രജിയുടെ ആളിൽപ്പെട്ട ഒരു CI തന്നെയായിരുന്നു. ഒരു കംപ്ലൈന്റ് എത്തിയിട്ടുണ്ട്, ഇവരുടെ കുട്ടി ഇതുവരെ സ്കൂളിൽ വന്നിട്ടില്ല. ഇത് കേട്ട് CI ചോദിക്കുന്നു, ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നോ, എത്ര വയസ്സുള്ള കുട്ടിയാണെന്നൊക്കെ ചോദിക്കുന്നു. മോൾക്കിപ്പോൾ 10 വയസ്സുണ്ട് എന്ന് മായമ്മ. പഠിക്കുന്ന സ്കൂൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നു. കുട്ടിയുടെ പേരും ഒക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ പേരും ചോദിക്കുന്നു. ഞാൻ ചെമ്പകമംഗലത്തെ ജോലിക്കാരിയാണ് എന്ന് ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ ചെമ്പകമംഗലത്തെ ഒന്ന് CI ചോദിക്കുന്നു. അപ്പോൾ ACP കാർത്തിക് സാറിന്റെ വീട്ടിലാണോ എന്ന് CI ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞ് മായമ്മ കരയുന്നു. നിങ്ങളിങ്ങനെ കരയാതെ, കുട്ടി ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിൽ കാണും, നമുക്ക് അന്വേഷിക്കാന്നേ, നിങ്ങളിങ്ങനെ കരയാതെ, കുറച്ചു നേരം അകത്തിരിക്കെ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് CI പറയുന്നു. കുറെ നേരം കൊണ്ട് കാർത്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയായിരുന്നു മീനാക്ഷി. എന്നാൽ കുറെ നേരമായിട്ടും കാർത്തി ഫോൺ എടുക്കുന്നില്ല. കുറെ നേരം കൊണ്ട് റിങ് ചെയ്യുന്നത് കണ്ട് അവിടെയുള്ള ഒരു കോൺസ്റ്റബിൾ ആ ഫോൺ എടുക്കുന്നു. എടുത്ത് കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഫോൺ എടുത്തു. ACP സാർ മീറ്റിംഗ് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ പറയാം എന്ന് പറയുന്നു. അങ്ങനെ അവർ ഫോൺ വെച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് മീനാക്ഷി. എന്തായാലും അച്ഛനോട് പറയാമെന്ന് മീനാക്ഷി. അങ്ങനെ ജയറാമിന്റെ അരികിലേക്ക് മീനാക്ഷി ഓടി ചെന്നിട്ട് പറയുന്നു, നമ്മുടെ മായ ചേച്ചിയുടെ മോൾ ഇത്രയും നേരമായിട്ട് സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് വന്നിട്ടില്ലെന്നോ, നേരം സന്ധ്യയായല്ലോ, ആ കുട്ടി മിസ്സിംഗ് ആണ്. ഞാൻ കാർത്തിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മായ ചേച്ചിയെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടോ, അവരാകെ ടെൻഷനിലാണ്. അച്ഛൻ ആ സ്റ്റേഷൻ വരെ ഒന്ന് പോകുമോ? പിന്നെന്താ, അവരൊരു പാവമാണ്, ഞാൻ ചെല്ലാം, അവർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയിരിക്കുന്നത് എന്ന് ചോദിച്ച് ജയറാമും അവിടേക്ക് ചെല്ലുന്നു. ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് കരയുകയായിരുന്നു മായമ്മ. കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു മായമ്മ. അവിടേക്ക് ജയറാം എത്തിയിരിക്കുന്നു. എന്തായി മായമ്മ എന്ന് ചോദിക്കുന്നു. അവര് പരാതി എഴുതി വാങ്ങിച്ചു, അന്വേഷിക്കാമെന്ന് പറഞ്ഞു എന്ന് മായമ്മ പറയുമ്പോൾ, ഞാനൊന്ന് ചോദിക്കട്ടെ, മായമ്മ ഇവിടെ ഇരിക്കെന്ന് പറഞ്ഞ് ജയറാം അകത്തേക്ക് പോകുന്നു. സാറേ, ഇത് ACP കാർത്തിക് സാറിന്റെ അമ്മാവനാണെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. പിന്നെ എനിക്കറിയില്ലേ ജയറാമൻ, അല്ല പ്രത്യേകിച്ച് എന്താ ഇവിടേക്ക് എന്ന് CI ചോദിക്കുമ്പോൾ, ഞാൻ ആ മായമ്മയുടെ കുട്ടിയുടെ കാര്യം അന്വേഷിക്കാൻ വന്നതാണെന്ന് ജയറാം പറയുന്നു. മായമ്മ ഞങ്ങളുടെ വീട്ടിലെ സെർവൻ്റ് ആണെന്ന് പറയുമ്പോൾ CI പറയുന്നു, ഞങ്ങളും ആ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മണി 6:30 ആകുന്നതല്ലേ ഉള്ളൂ, കുട്ടി ഇങ്ങ് വരുമെന്നേ. വല്ല സ്പെഷ്യൽ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലോ പോയിട്ടുണ്ടാകും, അല്ലാതെ എവിടെ പോവാനാ? ഏതായാലും എല്ലായിടത്തും മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഈ സെന്റ് മേരീസിന്റെ നമ്പർ ഉണ്ടോ, നമുക്ക് തപ്പിയെടുക്കാം എന്നൊക്കെ പറയുമ്പോൾ, അവിടുത്തെ വാച്ച്മാന്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്തതാണെന്ന് ജയറാം. അതേതായാലും നന്നായി, അയാളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുകയാണ് ജയറാമിനോട് CI. അങ്ങനെ ജയറാം അവിടുത്തെ ആ വാച്ച്മാനെ വിളിക്കുന്നു. ഇതുവരെ ആ കുട്ടി, പേര് നന്ദന എന്ന് പറയുന്ന ഒരു കുട്ടി, വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ, സ്കൂൾ ബസ്സിലാണോ പോയതെന്ന് ചോദിക്കുന്നു. സ്കൂൾ അടച്ചല്ലോ, കുട്ടികളെയും കൊണ്ട് പോയ ബസ് തിരികെ വരികയും ചെയ്തു. ഇവിടെ കുട്ടിയെ കാണാൻ ഒരു സാധ്യതയുമില്ല, എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുട്ടിയെ കണ്ടെത്തിയാൽ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു പറയണേ എന്ന് ജയറാമും. സ്കൂൾ അടച്ചു എങ്കിലും അവർ അവിടേക്കൊന്ന് തിരക്കാമെന്നാ പറഞ്ഞത് എന്ന് പോലീസിനോട് പറയുകയാണ് ജയറാം. അവിടേക്ക് മായമ്മയും വരുന്നു. ഒരു പക്ഷേ കുട്ടി സ്കൂൾ പരിസരത്ത് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് എന്നൊക്കെ പോലീസ് പറയുമ്പോൾ മായമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊന്ന് സ്കൂളിലേക്ക് പോവുകയാണ്, സ്കൂളിലും പരിസരത്തും ഒന്ന് അന്വേഷിക്കട്ടെ. മായമ്മ സമാധാനമായിട്ട് പൊയ്ക്കോളൂ, കുട്ടിക്ക് ഒന്നും വരില്ല, അവൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കാണും, നിങ്ങൾ ചെന്ന് അയൽപക്കത്തെ വീട്ടിലേക്ക് ഒന്ന് അന്വേഷിക്കുകയും ഞങ്ങളും തിരക്കാം എന്നൊക്കെ CI. കുട്ടിയെ കണ്ടെത്തിയാൽ ഉടൻ ആ വിവരം ഞങ്ങളെ ഒന്ന് അറിയിക്കണേ എന്ന് CI പറയുമ്പോൾ ജയറാം പറയുന്നു, മായമ്മ എൻ്റെ കൂടെ കാറിൽ വരൂ, ഞാൻ വീട്ടിലെത്തിക്കാം. ആരെങ്കിലും 2 പേര് എൻ്റെ കൂടെ വാ, നമുക്ക് ആ സെന്റ് മേരീസിൽ ഒന്ന് അന്വേഷിക്കാം. ഇനിയിപ്പോൾ അന്വേഷിച്ചില്ല എന്നുള്ള പരാതി വേണ്ട എന്നൊക്കെ CI പറയുകയും 2 കോൺസ്റ്റബിളിനെ വിളിച്ച് അവർ ആ സ്കൂളിന്റെ പരിസരത്തേക്ക് പോകുന്നു. ഇതേസമയം വൈശാഖ് ഒരു കാറിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു, മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട്. ആ കാറിൽ തന്നെയാണ് കുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്നത്. കണ്ണൊക്കെ അടച്ച് വായ്ക്ക് പൊത്തിയിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത്, കൈയും കെട്ടിയിട്ടിരിക്കുന്നു. ജയറാം പോയ കാറിന്റെ പിന്നാലെ പോവുകയാണ് വൈശാഖം. പോകുന്ന വഴിക്ക് ജയറാം മായമ്മയെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മായമ്മയാണെങ്കിൽ കരച്ചിലോട് കരച്ചിൽ.
പോകുന്ന വഴി ഒന്ന് നിർത്തിയിട്ട് വെള്ളം വേണോ അല്ല ഇത്തിരി കുടിക്കെന്ന് പറഞ്ഞ് മായമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുക്കുകയാണ് ജയറാം. വൈശാഖ് പറയുന്നു ഇയാൾ സ്റ്റേഷനിൽ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതേയില്ല, എന്തായാലും കാര്യങ്ങൾ കുറെ എളുപ്പമായി. പതുക്കെ പറ, ഇവള് കേൾക്കുമെന്ന് ആ ഗുണ്ട പറയുന്നു. പിന്നെ അവർ കാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. സാറേ ദേ അവിടെ നിർത്തിയാൽ മതി, അതിൻ്റെ അടുത്താ എൻ്റെ വീടെന്ന് മായമ്മ പറയുന്നുണ്ട്. അങ്ങനെ ജയറാം അവിടെ നിർത്തി കൊടുക്കുന്നു വണ്ടി. മായമ്മ കാറിൽ നിന്നും ഇറങ്ങി. അമ്മ വന്നാൽ ഉടനെ എന്നെ വിളിച്ച് പറയണമെന്ന് ജയറാം. പറയാം എന്ന് പറഞ്ഞ് മായമ്മ വീട്ടിലേക്ക് പോകുന്നു. ജയറാം അവരുടെ വീട്ടിലേക്കും പോകുന്നു. ശേഷം മായമ്മയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരികയാണ് വൈശാഖ്. ആ 2 പേരുമുണ്ട്. കരഞ്ഞുകൊണ്ട് മായമ്മ അകത്തേക്ക് കയറുകയായിരുന്നു വീടിന്റെ. മായമ്മ അകത്തേക്ക് കയറി കുറച്ച് വെള്ളം എടുത്തു കുടിക്കുന്നു. പെട്ടെന്ന് തന്നെ വൈശാഖന്മാർ 2 പേരും മായമ്മയുടെ തൊട്ട് പിന്നിൽ എത്തിയിരിക്കുന്നു. കരഞ്ഞുകൊണ്ട് തന്നെയാണ് മായമ്മ നിൽക്കുന്നത്. മായമ്മ തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നു. പെട്ടെന്ന് ഒന്ന് ഞെട്ടുകയാണ് മായമ്മ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.